NS പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു 3 വരേണ്ടത് 3.42 ആണ്. ഞാൻ ഇതും എൻ്റെയും കൂടെ വെച്ചൊന്ന് കാണിച്ചു തരാം. എടാ എൻ്റെ പേപ്പറിങ് കൊണ്ടുവന്നേടാ ഷൈൻരാജ്. ഇതാണ് 2 ദിവസം മുമ്പ് എടുത്ത എൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ്. എനിക്ക് ഈ 3 ഉള്ളത് 2.99 ആണ്. ജസ്റ്റ് തലനാലരയ്ക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പൊല്യൂഷൻ കിട്ടിയത്. ഇപ്പോൾ ഇവൻ്റെയും അത് 3.42. പിന്നെ ഈ 3000 ഉള്ള എന്തോ സാധനം അവന് 169, എൻ്റെ 1679. പക്ഷേ അത് അണ്ടറായതുകൊണ്ട് കുഴപ്പമില്ല, പാസ്സായി. നമ്മളിന്ന് വേറൊരു കാര്യം ചെയ്യാൻ പോകും. പ്രത്യേകിച്ച് ഇന്നലെ എടുത്തപ്പോഴാണ് ഫെയിലായത്. 7 ഓഫ് ഉണ്ടായിരുന്നു. അവ ഇന്നലെ എടുത്ത് ഫെയിലാണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടുതന്നെ ഇപ്പോൾ തൊട്ട് വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല. നമ്മൾ കുറച്ച് പേര് പറഞ്ഞൊരു കാര്യം ചെയ്തു നോക്കിയാണ്. പ്രത്യേകിച്ച് വണ്ടി പണിയുന്നതൊന്നുമില്ല. വണ്ടിക്ക് പിന്നെ മെയിൻ്റനൻസ് പക്കയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല എന്തായാലും ഫെയിലായത്. കാരണം വണ്ടി ഈയിടയ്ക്കാണ് ഫുൾ സർവീസൊക്കെ ചെയ്ത് കാർബറേറ്ററുകൾ ക്ലീൻ ചെയ്ത് ഇറക്കിയതാണ്. നമുക്ക് എന്തായാലും വേറെ സ്ഥലത്തുനിന്ന് എടുത്ത് നോക്കാം. ചില സ്ഥലത്ത് നിന്നൊക്കെ എടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. അത് സംഭവം പറഞ്ഞാൽ തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും ഒന്നും പോസിബിൾ അല്ല. എങ്കിൽ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പുതിയൊരു പരീക്ഷണത്തിനായിട്ട് ഞാനും അവനോട് വണ്ടിയും കൊണ്ട് പോവുകയാണ്. അഥവാ ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് 100 രൂപ പൊട്ടും. പിന്നെ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒന്നൊന്നെടുത്ത് നോക്കാണ്ട കാരണം എന്ന് വെച്ചാൽ വണ്ടി ഫുള്ളി സർവീസ് ഫുള്ളി മെയിൻ്റനൻസ് ഒക്കെ തീർത്ത് വെച്ച വണ്ടിയാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. വേണമെങ്കിൽ ഇനി ഫെയിലായി കഴിഞ്ഞാൽ കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. അതിൻ്റെ വഴിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒന്നും എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കിടക്കാം. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ 100 രൂപ വീണ്ടും പോകും ഇത് ഫെയിലായി കഴിഞ്ഞാൽ. കഴിഞ്ഞപ്പോൾ വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് അവൻ്റെ വണ്ടി, അതെൻ്റെ അനിയൻ്റെ യൂണിക്കോണ്. എൻ്റെ വണ്ടി അതിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് പറഞ്ഞില്ലല്ലേ, നമ്മൾ കുറച്ച് കണ്ടന്റിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. നേരത്തെ ഈ 3.4 ഇപ്പോൾ 1.5 ആയിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കാരണം എന്താണ് ചെയ്തതെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല, എടുത്ത കടയുടെ കാര്യങ്ങളും. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പണി പോലും പണിയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഒക്കെ മുമ്പേ പക്കയായിരുന്നു. എന്നിട്ട് ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കാണ് ഈ ഒരു സംഭവം കൂടുതലായി വണ്ടി ഫെയിലായത്. അപ്പോൾ നിങ്ങളേതെങ്കിലും ഫ്രണ്ട്സ് ഇതിനൊക്കെ പൊല്യൂഷനൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. അപ്പോൾ നമ്മൾ ഇതിൽ പണി ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ഫെയിലാൻ വേഷം വണ്ടിയിൽ ഒരു പണിയും ചെയ്തിട്ടില്ല. നോട്ട് ഈവൻ നമ്മളെ കാർബറേറ്റർ പോലും ട്യൂൺ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ട്യൂൺ ചെയ്താൽ മാത്രമേ കിട്ടൂ. അപ്പോൾ ഒരു അഡ്വൈസ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് പാസ്സാകാൻ വേണ്ടി എന്താണ് ചെയ്തതെന്നൊക്കെ അറിയണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കമൻറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇന്നോട്ട് എൻ്റെ മെസ്സേജ് റിപ്ലൈസ് ഒക്കെ ഞാൻ കുറച്ചൊന്ന് എക്സ്ക്ലൂസീവ് ആക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സിന് മാത്രമായിരിക്കും ഞാൻ റിപ്ലൈസ് തരുന്നത്. അപ്പോൾ എനിക്ക് ഇനിഷ്യലി മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ട് ഫോളോ ആയിട്ട് എന്നെ ഒന്ന് മെസ്സേജ് അയക്കാൻ വേണ്ടി നോക്കണം. ഇല്ലെങ്കിൽ റിക്വസ്റ്റ് തന്നെ കിടക്കും. ഞാൻ അതിൻ്റെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്കൊരു ഉപയോഗമില്ല, അങ്ങോട്ട് ഉപയോഗം ചെയ്തിട്ട് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇന്ന് കരുതുന്നു. കൂടുതൽ കണ്ടന്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും അടിക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.